ഹായ് മക്കളെ, നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് വേരിയേഷൻ ഓഫ് കണ്ടക്റ്റൻസ് വിത്ത് ഡൈല്യൂഷൻ ആണ്. കണ്ടക്റ്റൻസ് നമ്മൾ ഇലക്ട്രോളിറ്റിക് കണ്ടക്റ്റൻസ് പറഞ്ഞു, ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സും പറഞ്ഞു. അതിൽ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോളിറ്റിക് കണ്ടക്ടേഴ്സാണ്. നമ്മൾ പറഞ്ഞു കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻറ്റ് ഇലക്ട്രോളിറ്റിക് കണ്ടക്ടേഴ്സാണ്. ആ ഇലക്ട്രോളിറ്റിക് കണ്ടക്ടേഴ്സിൽ നമ്മൾ ആദ്യം കുറച്ച് ബേസിക് ടെർമിനോളജി അല്ലേ, റെസിസ്റ്റൻസ് എന്താണ്, റെസിസ്റ്റിവിറ്റി എന്താണ്, കണ്ടക്ടിവിറ്റി എന്താണ്, കണ്ടക്റ്റൻസ് എന്താണ്, സ്പെസിഫിക് കണ്ടക്റ്റൻസ് എന്താണ്, മോളാർ കണ്ടക്റ്റൻസ് എന്താണ്, ഇക്വലൻ്റ് കണ്ടക്റ്റൻസ് എന്താണ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസാണ്, ടെർമിനോളജിയാണ്. അതിൻ്റെ ഇക്വേഷൻ, അതിൻ്റെ യൂണിറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ടുഡേ വി ആർ ഡിസ്കസിങ് വേരിയേഷൻ ഓഫ് കണ്ടക്റ്റൻസ് വിത്ത് ഡൈല്യൂഷൻ. ഈ ഇലക്ട്രോളിറ്റിക് കണ്ടക്റ്റൻസിനകത്ത് ഡൈല്യൂഷൻ നടത്തുമ്പം ഇതിൻ്റെ കണ്ടക്റ്റൻസിൽ എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, വിത്ത് ഇൻക്രീസിങ് ഓഫ് ഡൈല്യൂഷൻ സ്പെസിഫിക് കണ്ടക്റ്റൻസ് ഡിക്രീസ്. കണ്ടോ, ഇതാണ് increasing of dilution. As dilution increase, what happened? The specific conductance was decreased. Specific conductance was decreased. The specific conductance was decreased. ഓർത്ത് വെക്കുക. എന്താ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്പർ ഓഫ് അയോൺസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ഓഫ് സൊല്യൂഷൻ ഡിക്രീസസ്. ഇതാണ് അതിൻ്റെ കാരണം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, ഒരു ടോട്ടൽ സം എന്താണ് ഈ പറഞ്ഞതിൻ്റെ ടോട്ടലായിട്ട് എന്താണ് ഉദ്ദേശിച്ചത് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളൊരു ബീക്കർ, ആ ബീക്കറിൽ സൊല്യൂഷൻ ഉണ്ടല്ലേ, അയോൺസ് ഉണ്ടാവും അല്ലെങ്കിൽ സൊല്യൂഷൻ ഉണ്ടാവും. അപ്പം ഇതിൻ്റെ ഒരു നമ്പർ ഓഫ് അയോൺസ് അല്ലെങ്കിൽ ഒരു ക്യൂബിക് സെൻറ്റിമീറ്ററിൽ 1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തുള്ള ഒരു ക്യൂബിക് ബോക്സ് എടുക്കുകയാണെങ്കിൽ, നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ഉള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഫോർ ദ ടൈം ബീയിങ് ഇതിനകത്തൊരു 3, 4, 5 പാർട്ടിക്കിൾ ഉണ്ട് വിചാരിക്കാം. ഓക്കെ, on dilutions what will happen? On dilution, that means we are adding some more water to the system. So എന്ത് സംഭവിക്കും? The molecule, the water molecule or the solution particle or the ions, constituent ions, which can move more externally than their previous one on the previous case. പ്രീവിയസിനേക്കാൾ എന്ത് ചെയ്യും, ഈ അയോൺസിന് കൂടുതൽ മൂവ്മെൻറ്റ് കിട്ടും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ക്യൂബിക് സെൻറ്റിമീറ്ററിൽ ഇത്രയും അയോൺ 5 അയോൺ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടുന്ന് ഈ അയോൺ കുറച്ച് അയോൺസ് എന്ത് ചെയ്യും, ഈ പറഞ്ഞ പുതിയ ഏരിയയിലേക്കും കൂടി, പുതിയ വന്നതിലേക്കും കൂടി മിക്സ് ചെയ്ത സൊല്യൂഷനിലേക്കും കൂടി മൂവ് ചെയ്യും. സോ അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും, നമ്പർ ഓഫ് അയോൺസ് എന്നുള്ളത് ഈ ഏരിയയിൽ കുറയും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം 2 or 3 ഒക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, കാരണം എന്താ, ബാക്കിയുള്ള അയോൺസ് എവിടേക്ക് പോയി? എല്ലാ അയോൺസിനും മൂവ്മെൻറ്റ് കൂടുതൽ കിട്ടിയതുകൊണ്ട് അവർ ഇവിടേക്ക് ഇങ്ങനെ എത്തും. മൂവ്മെൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് ആ സ്ഥലത്തേക്ക് ഇങ്ങനെ എത്തിയിട്ടുണ്ടാവും. സോ നമ്പർ ഓഫ് അയോൺസ് അറ്റ് എ പെർട്ടിക്കുലർ ക്യൂബിക് സെൻറ്റിമീറ്റർ ഓഫ് എ സൊല്യൂഷൻ ഈസ് ഡിക്രീസ്. അതുകൊണ്ട് തന്നെയാണ് ഡൈല്യൂഷൻ ഇൻക്രീസ് ചെയ്യുമ്പം സ്പെസിഫിക് കണ്ടക്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നത്. ഓക്കെ, what about this is the case of specific conductance. We are noticed on molar conductance or equivalent conductance. നമ്മൾ ശ്രദ്ധിക്കുന്നത് മോളാർ കണ്ടക്റ്റൻസിൻ്റെയും ഇക്വലൻ്റ് കണ്ടക്റ്റൻസിൻ്റെയും കേസിലാണ്. അതിനെന്താ സംഭവിക്കുക ഡൈല്യൂഷൻ ചെയ്യുമ്പം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ വിത്ത് ഇൻക്രീസിങ് ഡൈല്യൂഷൻ ഹിയർ ഡൈല്യൂഷൻ ഇൻക്രീസസ് മോളാർ കണ്ടക്റ്റൻസ് ആൻഡ് ഇക്വലൻ്റ് കണ്ടക്റ്റൻസ്. Both this conductance, molar conductance and equivalent conductance of strong electrolyte increases. കണ്ടോ, അങ്ങനെ പറഞ്ഞത്. സ്പെസിഫിക് കണ്ടക്റ്റൻസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, ഡൈല്യൂഷൻ ഇൻക്രീസ് ചെയ്യുമ്പം സ്പെസിഫിക് കണ്ടക്റ്റൻസ് ഡിക്രീസ് ചെയ്യും. കാരണം നമ്പർ ഓഫ് അയോൺസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ഈസ് ഡിക്രീസസ് ഓൺ ഡൈല്യൂഷൻ. ഇനി അത് നമ്മൾ കെമിസ്ട്രിക്കാർ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആരെയാണ്? നമ്മൾ ഇലക്ട്രോണിക്കും ഇലക്ട്രോളിറ്റിക് കണ്ടക്റ്റൻസും പറഞ്ഞപ്പോൾ നമ്മൾ ഇലക്ട്രോളിറ്റിക് കണ്ടക്റ്റൻസിനല്ലേ നമ്മൾ ഫോക്കസ് ചെയ്തത്. അതുപോലെ ഈ ഇലക്ട്രോളിറ്റിക് കണ്ടക്റ്റൻസിനകത്ത് സ്പെസിഫിക് കണ്ടക്റ്റൻസ്, ഇക്വലൻ്റ് കണ്ടക്റ്റൻസ്, മോളാർ കണ്ടക്റ്റൻസ്. അപ്പോൾ ഈ ഒരു കണ്ടക്റ്റൻസിനകത്ത് നമ്മൾ ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്? മോളാർ കണ്ടക്റ്റൻസ് ഓർ ഇക്വലൻ്റ് കണ്ടക്റ്റൻസിനെയാണ്. ഓക്കെ,
അപ്പോൾ ഈ ഡൈല്യൂഷൻ ഇൻക്രീസ് ചെയ്യുമ്പം മോളാർ കണ്ടക്റ്റൻസ് അല്ലെങ്കിൽ ഇക്വലൻ്റ് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് ഈസ് ഇൻക്രീസസ്. എന്താ അതിൻ്റെ കാരണം? ഇൻ്റർ അയോണിക് അട്രാക്ഷൻ ഡിക്രീസ് ചെയ്യുന്നതാണ് അതിൻ്റെ കാരണം. ബിക്കോസ് ഓൺ ഡൈല്യൂഷൻ ഇൻക്രീസ് ഇൻ്റർ അയോണിക് അട്രാക്ഷൻസ് വെർ ഡിക്രീസ്. ഓക്കെ, ഇതാണ് അതിൻ്റെ മോളാർ കണ്ടക്റ്റൻസിക്ക് കൂടാനുള്ള കാരണം. കാരണം എന്താ? ഇപ്പോൾ ഇവിടെ അയോൺസ് കുറച്ച് ടൈറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അല്ലേ? ഡൈല്യൂഷൻ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അയോൺസിന് തമ്മിൽ എന്തുണ്ടാവില്ല? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ റീസൺ പറയുന്നത്, മോളാർ കണ്ടക്റ്റൻസിൻ്റെ റീസൺ പറയുന്നത്. വിത്ത് ഇൻക്രീസിങ് ഡൈല്യൂഷൻ അത് എന്താണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിരിക്കണം, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. വാട്ട് അബൌട്ട് വീക്ക് ഇലക്ട്രോലൈറ്റ്? വിത്ത് ഇൻക്രീസിങ് ഡൈല്യൂഷൻ molar conductance and equivalent conductance of weak electrolyte increases because degree of ionization increase. ഇവിടെ ഡൈല്യൂഷൻ ഇൻക്രീസ് ചെയ്യുമ്പം മോളാർ കണ്ടക്റ്റൻസ് ആൻഡ് ഇക്വലൻ്റ് കണ്ടക്റ്റൻസ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റും ഇൻക്രീസ് ചെയ്യും. അപ്പം സ്പെസിഫിക് കണ്ടക്റ്റൻസ് ഡിക്രീസ് ചെയ്യും. ഡൈല്യൂഷൻ കൂട്ടുമ്പം മോളാർ കണ്ടക്റ്റൻസ് ഇക്വലൻ്റ് കണ്ടക്റ്റൻസും ഡൈല്യൂഷൻ കൂട്ടുമ്പം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും കണ്ടക്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. പക്ഷേ റീസൺ രണ്ടും രണ്ടാണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന റീസൺ ഇൻട്രയോണിക് അട്രാക്ഷൻ ഡിക്രീസ് ചെയ്യുന്നതാണ് ഡൈല്യൂഷൻ ഇൻക്രീസ് ചെയ്യുമ്പം. വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്നത് ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഇൻക്രീസ് ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ അത് വീക്കിലി അയണൈസ്ഡ് ആയിരിക്കും. വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അയണൈസേഷൻ പോസിബിൾ ആവില്ല. എന്നാൽ ഡൈല്യൂഷൻ നടത്തുമ്പോൾ എന്ത് ചെയ്യും? അയണൈസേഷൻ, നമ്പർ ഓഫ് അയണൈസേഷൻ ഈസ് ഇൻക്രീസ്ഡ്. അതുകൊണ്ട് തന്നെയാണ് കണ്ടക്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, molar conductance versus dilution, molar conduction versus dilution graph is shows that the first molar conductance first increase with dilution and then become a constant. Okay, this is about strong electrolyte, molar conductance of strong electrolyte. Okay, for a strong electrolyte, molar conductance first increases with dilution and then become a constant. Okay, next നമ്മൾ പറയുന്നത് ഡി ബൈ ഹക്കൽ ഓൺസാഗർ ഇക്വേഷനാണ്. ഡി ബൈ ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ. രണ്ട് സയൻറ്റിസ്റ്റാണ്, ഡി ബൈ ആൻഡ് ഹക്കൽ, രണ്ട് സയൻറ്റിസ്റ്റാണ്. ഒന്ന് ഓൺസാഗർ, ഹക്കൽ പിന്നെ സാഗർ കേട്ടോ. ഡി ബൈ ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ. ഇവിടെ ഡി ബൈ ഹക്കൽ പറയുന്നത് ഇതിൻ്റെ എന്തെങ്കിലും ഡെറിവേഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് പഠിക്കേണ്ട ആവശ്യമില്ല, ഡെറിവേഷനൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്താണ് കാര്യങ്ങൾ എന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. മോളാർ കണ്ടക്റ്റൻസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഈസ് ഫൗണ്ട്. ഇപ്പോൾ ഡി ബൈ ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ എന്തിന് മാത്രമേ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന് മാത്രമാണ് കേട്ടോ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഡി ബൈ ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ ഈസ് അപ്ലിക്കബിൾ ടു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. So molar conductance of strong electrolyte is found to vary with concentration according to D by Huckel Onsager equation, that is molar conductance at a particular concentration, that is lambda mc. Molar conductance at a particular concentration is equal to molar conductance at infinite dilution minus A into root C. This is the general formula of D by Huckel Onsager equation. ഈ ഇക്വേഷൻ എന്താ നമുക്ക് തരുന്ന വാല്യൂ, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എന്താ തരുന്നത്, എന്ത് ഇൻഡിക്കേഷനാണ് തരുന്നത്? മോളാർ കണ്ടക്റ്റൻസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ഈസ് ഫൗണ്ട് വേരി വിത്തിൻ ടെമ്പറേച്ചർ. വേരി വിത്തിൻ കോൺസെൻട്രേഷൻ. മോളാർ കണ്ടക്റ്റൻസ് ഈസ് വേരീസ് വിത്ത് കോൺസെൻട്രേഷൻ. And according to the D by Huckel Onsager equation, molar conductance at a particular concentration C is equal to molar conductance at infinite dilution or zero concentration. ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുള്ള് ഡൈല്യൂട്ടഡ് ആണ്, കോൺസെൻട്രേറ്റഡ് ഇല്ല, സീറോ കോൺസെൻട്രേഷൻ എന്നാണ് അങ്ങനെയും പറയാം, രണ്ട് വാക്കും പറയാം. മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ മൈനസ് എ ഇൻറ്റു റൂട്ട് സി, വെയർ എ ഈസ് എ കോൺസ്റ്റൻറ്റ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് നേച്ചർ ഓഫ് സോൾവെൻറ്റ്.
ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഹിയർ കോൺസെൻട്രേഷൻ ബിക്കം സീറോ. ദാറ്റ് മീൻ സീറോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇൻഫിനിറ്റ് ഡൈല്യൂഷനായി. കോൺസെൻട്രേഷൻ സീറോ ആയി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. സീറോ ഇൻഫിനിറ്റ് ഡൈല്യൂഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എ ഇൻറ്റു സീറോ സീറോ ആയി മാറും. ദെൻ മോളാർ കണ്ടക്റ്റൻസ് അറ്റ് എ പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ഇസ് ഈക്വൽ ടു മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. ഓക്കെ, നമുക്ക് പറയാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സീറോ കോൺസെൻട്രേഷനെ നമ്മൾ എന്ത് പറയും? ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്ന് പറയും. ഞാൻ പറഞ്ഞില്ല കുറച്ച് മുമ്പേ, മോളാർ കണ്ടക്റ്റൻസ് അറ്റ് സീറോ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ തന്നെയാണ്. ഓക്കെ, ഓൺസാഗർ ഇക്വേഷൻ പ്രകാരം നമ്മൾ ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഓൺസാഗർ ഇക്വേഷൻ പ്രകാരം നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഗ്രാഫ് നമ്മളൊന്ന് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് കിട്ടുക. മോളാർ കണ്ടക്റ്റൻസ് വേഴ്സസ് റൂട്ട് സി. For a strong electrolytes we will get a graph like this for potassium chloride. For a strong electrolyte we will get graph like this. And you have to get molar conductance at a infinite dilution. കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ബൈ എക്സ്ട്രാപ്ലേറ്റിംഗ് ദീസ് ഗ്രാഫ് ഇൻറ്റു എക്സ് ആക്സിസ്. ഈ ഗ്രാഫിനെ വൈ ആക്സിസിലേക്ക് എക്സ്ട്രാപൊളേറ്റ് ചെയ്താൽ മതി. വൈ ആക്സിലേക്ക് എക്സ്ട്രാപൊളേറ്റ് ചെയ്യുക. സോ ദിസ് പോയിൻറ്റ് ഇസ് കോൾഡ്, ഇവിടെ കോൺസെൻട്രേഷൻ സീറോ ആയിരിക്കുമല്ലോ എന്തായാലും, ഇങ്ങോട്ട് പോകുന്തോറും അല്ലേ കോൺസെൻട്രേഷൻ കൂടി വരുന്നത്. ദിസ് പോയിൻറ്റ് ഈസ് നോൺ ആസ്, എന്താണ് പറയുക നമ്മൾ, മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഓർ സീറോ കോൺസെൻട്രേഷൻ. ഓക്കെ, ക്ലിയർ ആയോ? ഇവിടെ നോക്കി എന്താ സംഭവിച്ചത്? ഇത് സീറോ, പോയിൻറ്റ് സീറോ, ഇവിടെ 1 2 അങ്ങനെയാണല്ലോ എന്തായാലും പോവുക എന്ന് പറഞ്ഞാൽ ഇത് കോൺസെൻട്രേഷനാണ്. ഇങ്ങോട്ട് പോകാറുണ്ട് എന്താണ്? കോൺസെൻട്രേഷനാണ്. ഇവിടെ റൈറ്റിലേക്ക് പോകാൻ പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കൂടി വരികയാണ്. അത് കുറയുന്നതല്ല, കോൺസെൻട്രേഷൻ കൂടി വരികയാണ്. ഡൈല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറയണം. ഡൈല്യൂഷൻ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ഇതാണ് ഡൈല്യൂഷൻ. സോ ഇൻക്രീസിങ് ഡൈല്യൂഷൻ, നമ്മൾ 3 2 എത്തുമ്പോഴാണ് ഡൈല്യൂഷൻ ഇൻക്രീസ് ചെയ്യുക. കോൺസെൻട്രേഷൻ കുറയുന്നത്, ഡൈല്യൂഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. വിത്ത് ഇൻക്രീസിങ് ഡൈല്യൂഷൻ 3 മോളാർ കണ്ടക്റ്റൻസ് ഇവിടെയായിരുന്നു, 2 മോളാർ കണ്ടക്റ്റൻസ് ഇവിടെയായി. മോളാർ കണ്ടക്റ്റൻസ് ഇൻക്രീസ് അല്ലേ? ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. ഇത് സീറോയിലേക്ക് വന്നു കഴിഞ്ഞാൽ മോളാർ കണ്ടക്റ്റൻസ് അറ്റ് സീറോ. So in case of strong electrolyte, variation of molar conductance with concentration is linear and its approaches a limiting value when approaches to zero. Graph approaches to zero, we get a limiting value. This is known as molar conductance at infinite dilution. Okay, it can be determined by extrapolating the graph to y-axis. ഈ ഒരു കാര്യം. അപ്പം ഈ ഒരു ഗ്രാഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ എന്ത് പറയാനാണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഓൺസാഗർ ഇക്വേഷൻ പറയാനാണ്. ഡി/ഹക്കർ ഓൺസാഗർ ഇക്വേഷൻ പറയാനാണ്, കണ്ടക്റ്റൻസ് പറയാനാണ്. ഓക്കെ, വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആണെങ്കിൽ മോളാർ കണ്ടക്റ്റൻസ് വിത്ത് കോൺസെൻട്രേഷൻ ഈസ് നോട്ട് എ ലീനിയർ. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ മോളാർ കണ്ടക്റ്റൻസ് വിത്ത് കോൺസെൻട്രേഷൻ ഈസ് നോട്ട് എ ലീനിയർ. നമ്മൾ മുമ്പ് കണ്ട മാതിരി ലീനിയർ അല്ല. മോളാർ കണ്ടക്റ്റൻസ് വിത്ത് എ കോൺസെൻട്രേഷൻ ഈസ് നോട്ട് എ ലീനിയർ വൺ. സോ മോളാർ കണ്ടക്റ്റൻസ് ലീനിയർ അല്ല, അതിൻ്റെ കണ്ടക്റ്റൻസ് ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ്, കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഡൈല്യൂഷൻ ഇൻക്രീസ്, ഇങ്ങോട്ടേക്ക് വരിക. ഓക്കെ, ഡൈല്യൂഷൻ ഇൻക്രീസ്, മോളാർ പർട്ടിക്കുലർ പോയിന്റ് ഡൈല്യൂഷൻ ഇൻക്രീസ്, മോളാർ കണ്ടക്റ്റൻസ് ഈസ് ഇൻക്രീസ്. ഓക്കെ, ഇങ്ങനെ പോകും. അസിംപ്റ്റോട്ടിക്കലി ടച്ചസ് ടു വൈ ആക്സിസ്, നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അസിംപ്റ്റോട്ടിക്കലി ടച്ചസ് ടു വൈ ആക്സിസ്. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ കോൾറാഷസ് പറയുന്നത്. അപ്പോൾ നമ്മൾ മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എങ്ങനെയാണ് ഇതിൻ്റെ കണ്ടുപിടിക്കുക? മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ
അപ്പോൾ ഇവിടെ നമുക്ക് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് കഴിയില്ല. ഓക്കെ, molar conductance in infinite dilution cannot be determined by this extrapolating this graph to y-axis. Okay, so we are using another method to find molar conductance at infinite dilution of weak electrolytes. Strong electrolytes ആണെങ്കിൽ നമുക്കൊരു പേടിക്കാനില്ലായിരുന്നു. d by Huckel-Onsager equation is applicable for strong electrolytes at low concentration. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. It is applicable to strong electrolytes at low concentration. ഹൈ കോൺസെൻട്രേഷനിൽ പറ്റില്ലല്ലോ, ഡൈല്യൂഷനിൽ നമ്മൾ നോക്കുന്നത്, ലോ കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പം വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഈ പറഞ്ഞ ഡൈല്യൂഷൻ അല്ലെങ്കിൽ വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ മൊളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു തിയറിയാണ് കോൾറാഷസ് ലോ. നമ്മൾ പറയുക അതിനെ, അതിൻ്റെ പേരെങ്ങനെയാണ്? കോൾറാഷസ് ലോ എന്നാണ്. കോൾറാഷസ് ലോ, ഇതാണ് പറയുന്നത് കോൾറാഷസ് ലോ. അതായത് മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻസ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് അയണിക് കണ്ടക്റ്റൻസ് ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺ. നോക്കൂ, മോളാർ കണ്ടക്റ്റൻസ് ഓഫ് ആൻ മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻസ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റിക് കണ്ടക്റ്റൻസ് ഇലക്ട്രോലൈറ്റ്. ഇപ്പം ഏതെങ്കിലും ഒരു ഇലക്ട്രോലൈറ്റ് എടുക്കുക, നമ്മളിപ്പം സോഡിയം ക്ലോറൈഡാണ് എടുക്കുന്നതെങ്കിൽ, ഓക്കെ, സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ ഇതെന്താവും? ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റയോണും അനയോണുമായിട്ട് മാറും അല്ലേ? സോഡിയം പ്ലസും Cl മൈനസുമായിട്ട് മാറും, കാറ്റയോണും അനയോണുമായിട്ട് മാറും. സോറി, CH അല്ല, OH മൈനസുമായിട്ട് മാറും, OH മൈനസുമായിട്ട് മാറും. OH മൈനസുമായിട്ട് മാറും. സോ ഈ ഒരു കേസിൽ ഈ അയോണിൻ്റെ കണ്ടക്റ്റൻസ് ആയിരിക്കും മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ എന്ന് പറയാം. സോ മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് അയോണിക് കണ്ടക്റ്റൻസ് ഓഫ് കാറ്റയോൺസ് ആൻഡ് അനയോൺസ്. അപ്പം അയോണിക് കണ്ടക്റ്റൻസിനെ വി ആർ റെപ്രസെൻറ്റ് ബൈ സ്മോൾ ലെറ്റർ ലാംഡ. മോളാർ കണ്ടക്റ്റൻസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ ലാംഡ. ക്യാപിറ്റൽ ലാംഡ മോളാർ കണ്ടക്റ്റൻസ്, അയോണിക് കണ്ടക്റ്റൻസ് സ്മോൾ ലെറ്റർ ലാംഡ. സോ ദ സം ഓഫ് ദ അയോൺസ് കണ്ടക്റ്റൻസ് ഓഫ് കാറ്റയോൺസ് ആൻഡ് അനയോൺസ്. അപ്പോൾ ഇവിടെ നമുക്ക് മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ അല്ലെ അയോണിക് കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻസ് ഓഫ് കാറ്റയോൺ പ്ലസ് അയോണിക് കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഓഫ് ആനയോൺ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ പറഞ്ഞ സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മളെങ്ങനെ എഴുതുക? സോഡിയം ഹൈഡ്രോക്സൈഡിനെ നമ്മളെങ്ങനെ കോൾറാഷസ് ലോയിൽ എഴുതാം? സോ മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻസ് ഓഫ് sodium hydroxide equal to എന്താ വരിക? മോളാർ കണ്ടക്റ്റൻസ് അയണിക് കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻസ് ഓഫ് കാറ്റയോൺ, ദാറ്റ് ഈസ് സോഡിയം പ്ലസ് അയണിക് കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻസ് ഓഫ് ഹൈഡ്രോക്സൈഡ് അയോൺ മൈനസ്, ഓക്കെ, OH മൈനസ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. ഇതാണ് കോൾറാഷസ് ലോ. അപ്പം മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ, അതിനാണ് ഞാൻ സീറോ കോൺസെൻട്രേഷൻ ഇത് രണ്ടും എഴുതിത്തരാം. സീറോ കോൺസെൻട്രേഷൻ ഓർ ഇൻഫിനിറ്റ് ഡൈല്യൂഷൻസ് ഓഫ് സോഡിയം അസറ്റേറ്റ്, COONA, സോഡിയം അസറ്റേറ്റ്. ഇത് ഡിസോസിയേറ്റ് ചെയ്ത് നമുക്ക് എന്താ കിട്ടാം? സോ വി ഗെറ്റ് മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ, അങ്ങനെയല്ല, മോളാർ കണ്ടക്റ്റൻസ് അല്ല, അയണിക് കണ്ടക്റ്റൻസ് അറ്റ് സീറോ കോൺസെൻട്രേഷൻ ഓഫ് CH3COO മൈനസ് പ്ലസ് അയണിക് കണ്ടക്റ്റൻസ് അറ്റ് സീറോ കോൺസെൻട്രേഷൻ ഓഫ് സോഡിയം പ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി മോളാർ കണ്ടക്റ്റൻസ് അറ്റ് Al2SO4 ത്രൈസ്റ്റ് എങ്ങനെ നമ്മൾ എഴുതുക? മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻസ് അറ്റ് Al2 അലുമിനിയം സൾഫേറ്റ് SO4 ത്രൈസ്റ്റ്. ഇത് നമ്മളെങ്ങനെ എഴുതുക? സോ ഇത് എഴുതാൻ വേണ്ടിയിട്ട് അലൂമിനിയം 2 ഉണ്ട്, SO4 3 ഉണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? സോ 2 ഇൻറ്റു അയണിക് കണ്ടക്റ്റൻസ് ഓഫ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഓഫ് അലുമിനിയം 3 പ്ലസ് 3 ഇൻറ്റു അയണിക് കണ്ടക്റ്റൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഓഫ്
ഇൻഫിനിറ്റ് ഡയലൂഷൻസ് ഓഫ് SO4 3 3 ഓൾറെഡി എഴുതി, SO4 2-. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ മോളാർ കണ്ടക്റ്റൻസ് എഴുതുന്നത്. ഓക്കെ ആണോ? ഇതെന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ആറ്റത്തിൻ്റെ നമ്പർ എത്രയാണോ അതതിൻ്റെ ഫസ്റ്റ് കൊടുക്കുക, ഇവിടെയുള്ള ആറ്റത്തിൻ്റെ ചാർജ് ഇതിനിട്ട് കൊടുക്കുക, ഇവിടെയുള്ള നമ്പർ ഇതിനെ എഴുതുമ്പം ഫസ്റ്റ് കൊടുക്കുക, ഇവിടെയുള്ളതിൻ്റെ ചാർജ് ഇവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, സോ നമുക്ക് കൊളറാഷസ് ലോ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, കൊളറാഷസ് ലോ എന്ന് പറഞ്ഞാൽ അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ വെൻ ഡിസോസിയേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ഈസ് കംപ്ലീറ്റഡ്, ഇൻഫിനിറ്റ് ഡയലൂഷനകത്ത് വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഡിസോസിയേഷൻ കംപ്ലീറ്റ് ആയിരിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈച്ച് അയൺ മേക്ക് എ ഡിഫറെൻറ്റ് contributions to the total molar conductance of the electrolyte irrespective of nature of other ions of the electrolyte. This is called Kohlrash's law. എങ്ങനെയാണ്? ഇൻഫിനിറ്റ് ഡയലൂഷൻ്റെ കേസിൽ ഡിസോസിയേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്സ് കംപ്ലീറ്റ് ആയിരിക്കും. വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷൻ കംപ്ലീറ്റ് ആയിരിക്കും. സോ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ അയോൺസും പുറത്തേക്ക് വരും. ആ ഓരോ അയോൺസിൻ്റെയും മൂവ്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന കണ്ടക്റ്റൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് കോൾഡ് Kohlrash's law. ഒന്നും കൂടി, അറ്റ് ഇൻഫിനിറ്റ് ഡയലൂഷൻ വെൻ ഡിസോസിയേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ഈസ് കംപ്ലീറ്റഡ്, each ion make a different contributions to the total molar conductance of electrolytes irrespective of the nature of other ions of the electrolyte. Okay, this is called Kohlrash's law. The Kohlrash's law is also known as law of independent migration of ions. കണ്ടോ, Kohlrash's law is also known as law of independent migration of ions. Okay, ദെൻ അപ്ലിക്കേഷൻസ്. Kohlrash's lawയ്ക്ക് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്ലിക്കേഷൻസൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.